ആദ്യത്തെ ഡെമോ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്, ഫസ്റ്റ് ഡെമോ ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് നമുക്ക് ചോദിക്കുവാണെങ്കിൽ എന്തോന്ന് ചോദിക്കും? ടോർക്ക് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പം സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിലും 4 ബാർ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യം ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞേക്കാം. നമുക്കിപ്പം ഒരു ഡയഗ്രാം തന്നിരിക്കുമല്ലോ. ഇപ്പോൾ 4 ബാർ ആണെങ്കിലും സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിലും ഒരു ഡയഗ്രാം തരും. അപ്പോൾ അതിനെ നമ്മൾ ഈ പാരലെടുത്ത് വരച്ചിട്ടുള്ള സംഭവമാണിത്. ഓക്കെ, പാരലെടുത്ത് വരച്ചിട്ടുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഒരു ഡയഗ്രാം തരുമ്പോൾ അതിനെ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. അതായത് കറക്റ്റായിട്ട് അളന്ന് ആംഗിളൊക്കെ എടുത്ത് ചരിവോ വളവോ ഒന്നും ഇല്ലാതെ പക്കായിട്ട് വരയ്ക്കണം കോൺഫിഗറേഷൻ ഡയഗ്രാം. അപ്പോൾ അതിന് എന്തോന്ന് വേണം? സ്കെയിൽ ചെയ്തല്ലേ വരയ്ക്കേണ്ടത്, എന്നാലല്ലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സ്കെയിൽ ചെയ്യണം, കോൺഫിഗറേഷൻ ഡയഗ്രാം സ്കെയിൽ ചെയ്യണം. ഇതാണ് എന്തോന്ന് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് കോൺഫിഗറേഷൻ ഡയഗ്രാം നമ്മൾ വരച്ചതിന് ശേഷം അതിൽ നമ്മൾ ഫോഴ്സ് അടയാളപ്പെടുത്തണം. ഫോഴ്സ് മാർക്ക് ഫോഴ്സ് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പം ഫോഴ്സുകൾ ഇപ്പം ലിങ്ക് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 4 ലിങ്ക് ഉണ്ടല്ലോ, 1 2 3 4. അപ്പോൾ 4 ലിങ്കിലെ ഫോഴ്സ് നമുക്ക് അടയാളപ്പെടുത്താം. സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിലും 4 ലിങ്കിലും ഫോഴ്സ് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം ഏത് ലിങ്കിലാണ് ഫോഴ്സ് കുറവ് എന്ന് പറഞ്ഞ് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് മിനിമം ഫോഴ്സിനെ വന്നിട്ട് നമ്മൾ എടുക്കണം. മിനിമം ഫോഴ്സ് ഉള്ള ലിങ്കിനെ എടുക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്നാ പറയുന്നത്, ഇങ്ങനെ എഴുതി വെക്കാം, പഠിപ്പിക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്ക് ഫോഴ്സ്, അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സിന് നമ്മൾ എടുക്കണം. ഓക്കെ, ശരി. ഇനിയിപ്പോൾ അടുത്തത് എന്തോന്നാണ്? അതിനുശേഷം അത് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയും. ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. എന്നിട്ട് നമ്മൾ ഈ മിനിമം ഫോഴ്സ് ഇല്ലേ, ഈ മിനിമം ഫോഴ്സ് നമ്മൾ എടുത്തില്ലേ ഒരു സംഭവം, ആ ഒരു ലിങ്കിനെ എടുത്ത് നമ്മൾ പാരലിൽ വരയ്ക്കും. അപ്പം അത് ഇവിടെ എഴുതുക, മിനിമം ഫോഴ്സ് എടുത്തതിനെ വീണ്ടും എടുക്കുക. ഓക്കെ, അത്ര വിചാരിച്ചാൽ മതി. ഇവിടെ മിനിമം ഫോഴ്സ് എടുത്തതിനെ ഒന്നും കൂടെ വീണ്ടും എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അപ്ലൈഡ് ഫോഴ്സ്, അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ലിങ്കിൽ നമുക്ക് എന്തോന്ന് ഒരു അപ്ലൈഡ് ഫോഴ്സ് തരും, അതിനെയും എടുക്കുക, അപ്ലൈഡ് ഫോഴ്സ്. അതിനുശേഷം ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വെക്റ്റർ ഡയഗ്രാം, അതായത് ഫോഴ്സിൻ്റെ ഒരു വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. വെക്റ്റർ ഡയഗ്രാം ഇതിപ്പോൾ ഏത് കേസാണേലും ആ ഒരു 4-5 സ്റ്റെപ്പാണ് പറയുന്നത്. വെക്റ്റർ ഡയഗ്രാം വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സംഭവം കിട്ടിയത് വെച്ചിട്ട് നമ്മൾ തിരിച്ചു എങ്ങോട്ടേക്ക് പോകണം? അപ്ലൈഡ് ഫോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ടോർക്ക് തന്നിരിക്കുന്ന ലിങ്കിലേക്ക് പോകണം. ടോർക്കിൻ്റെ ആ ലിങ്കിലേക്ക് പോകണം. ഓക്കെ, അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം എന്തോന്ന് കപ്പിളും ടോർക്കും കണ്ടുപിടിക്കുക. ഈ ഒരു 6 സ്റ്റെപ്പാണ് നമുക്ക് ഏതാണെങ്കിലും വരുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കയറ്റുക. ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം, അത് സ്കെയില് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഫോഴ്സുകളൊക്കെ അടയാളപ്പെടുത്തണം, അതാണ് 2ാമത്തെ സ്റ്റേജ്. ഫോഴ്സുകൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ അകത്ത് മിനിമം ഫോഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്ന സാധനമാണ് അതിനുശേഷം വരയ്ക്കേണ്ടത്. അത് നമുക്ക് സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു, പിന്നെ ഫോഴ്സും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അതിനുശേഷം വെക്റ്റർ ഡയഗ്രത്തിന് എന്തോന്ന് വേണം? സ്കെയിൽ വേണം. സ്കെയിൽ ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്, അളവുള്ള കാര്യമാണ്. സ്കെയിൽ ചെയ്ത് വേണം വരയ്ക്കാൻ. അപ്പോൾ വെക്റ്റർ ഡയഗ്രാം വരച്ചു, കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. ഈ 3 ഡയഗ്രാമാണ് വരയ്ക്കാനുള്ളത്. അതിനുശേഷം ടോർക്കിൻ്റെ ലിങ്ക് എടുത്ത് വരയ്ക്കുക, കപ്പിളും ടോർക്കും കൂടെ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ സ്റ്റേജ്. 3 സ്റ്റേജാണ് മെയിനായിട്ടുള്ളത്. കോൺഫിഗറേഷൻ ഡയഗ്രാം, ഫ്രീ ബോഡി ഡയഗ്രാം, വെക്റ്റർ ഡയഗ്രാം. പിന്നെ ടോർക്കിൻ്റെ ലിങ്ക് എടുത്ത് വരച്ചു, കപ്പിളും ടോർക്കും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കോൺഫിഗറേഷൻ ഡയഗ്രാം എടുത്ത് വരയ്ക്കുക. അപ്പം ഞാൻ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതി, സ്കെയിൽ കൊടുത്തു. സ്കെയിൽ ഏതാണോ നമ്മൾ കൊടുക്കുന്നത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാൻ. സൂപ്പർ, കറണ്ട് പോയി. ഓക്കെ, അപ്പം 180. അപ്പം ഞാനിത് 18 എടുക്കണോ? 18 എടുത്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പം ഞാൻ ഡിവൈഡല്ലേ ചെയ്യേണ്ടത്. അപ്പം നമുക്കപ്പം സ്കെയിൽ എത്ര എടുക്കാം? 180
ഡിവൈഡഡ് ബൈ ഞാൻ ഒരു 30 ഇട്ടാൽ 6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ 60 60 എടുക്കാൻ നേരത്ത് 2 എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ 30 തന്നെ ആക്കുക. അപ്പം എങ്ങനെ എഴുതും? 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 mm എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് ഞാൻ ഓരോ വാല്യൂവിനെയും എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ചോദ്യം എന്താ? ഫോർ എ ലിങ്കേജ് ഷോൺ ഇൻ ഫിഗർ ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആൻഡ് ദ ടോർക്ക്. ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സംഭവമാണ്. ഈ സ്റ്റേജിൻ്റെ അകത്ത് നമുക്ക് അതെല്ലാം മനസ്സിലാവും. ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. ഈ സാധനം എന്ന് പറയുന്നത് ഈ സ്റ്റേജാണ്. ഈ സ്റ്റേജ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് സ്റ്റേജ് ഞാൻ എഴുതിയിട്ടില്ലേ, അതാണ് ഇത്. ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. ഇത് ഇവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മളത് കണ്ടുപിടിച്ചിട്ടാണ് ബാക്കിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവരിതിങ്ങനെ ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ സംഭവത്തിനെ എടുത്തെഴുതണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത്. നിങ്ങൾ 2 കണക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും എന്നാ സംഭവം. ശരി, അപ്പോൾ ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. അവർ എന്നാ പറഞ്ഞത്? ടോർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് ഇത് കിട്ടും, ടോർക്ക് നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ കിട്ടും. അതെല്ലാം അങ്ങനെയാണ്. ശരി, F = 120 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞത് ഇവർ തന്നിരിക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് 120 ന്യൂട്ടൺ ആണ്. ഇൻ ദ ഡയറക്ഷൻ ഷോൺ, ഈ ഡയറക്ഷനിൽ തന്നെയാണ്. ദ ഡയമെൻഷൻ ഓഫ് ദ ലിങ്കേജ് ആർ എസ് ഫോളോ: AB 60 mm, BC 180 mm, CD 120 mm, സിന്ന് ഡിയിലേക്കുള്ളത്. ഓക്കെ, എന്നിട്ട് AD എത്രയാണ്? 80 mm. അതിൽ DE = 50 mm. DE എന്ന് പറയുന്നത് കണ്ടോ, DE എന്ന് പറയുന്നത് 50 mm. 120 - 50 ചെയ്യാൻ നേരത്ത് മിച്ചമുള്ളതാണ് എന്തോന്ന്? CE. ഓക്കെ, ശരി. പിന്നെ ആംഗിൾ BAD എന്ന് പറയുന്നത് 135 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. പിന്നെ ഈ ഡയമെൻഷൻസ് അല്ല, ഈ MM കിടക്കുന്ന ഡയമെൻഷൻസ് എല്ലാം നമ്മൾ ഇതിലെടുത്ത് വരയ്ക്കുമ്പോൾ സ്കെയിൽ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. നമ്മൾ അത് നടത്തി നോക്കിയല്ലോ, അതുകൊണ്ട് കൂടുതൽ ഞാനത് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ആദ്യം ഞാനൊരു ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഇത് 90 ആണ്, 90 mm. ഓക്കെ, AD 90 mm. ഓക്കെ, ശരി. അപ്പം ഞാൻ 90നെ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 90 / 30 = 3. അപ്പം ഞാൻ 3 സെൻറ്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഇവിടെ നിന്ന് ഞാൻ തുടങ്ങുക. 2, 3 ഇവിടം വരെ വരും. 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇതാണ് എന്തോന്ന്? AD മാർക്ക് ചെയ്തു. ഇത് എത്ര mm? 90 mm. ഓക്കെ, ഇനിയിപ്പം 135 ഡിഗ്രി ആംഗിൾ BAD എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് അത് എത്രയാണ്? 60 mm. അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യണം? 60 / 20 2 എന്ന് വരുമായിരിക്കും. അപ്പം ഇത് കറക്റ്റായിട്ട് വരയ്ക്കണം. കോൺഫിഗറേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടും തെറ്റും. ഓക്കെ, ഇതെന്താണ്? B എത്ര mm? 60 mm. ഇവിടെ ഒരു ടോർക്കില്ലേ ഈ ലിങ്കിൽ ഒരു ടോർക്കില്ലേ, അതിന് എന്തോന്ന് കൊടുക്കുക? T എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തേക്കുക. ഇനിയിപ്പോൾ അടുത്തത് 180 mm, 120 mm. അത് നമ്മൾ കോമ്പസിലെടുക്കുക. 180 / 30 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും. ഓക്കെ, 6. ഓക്കെ, ഇനി അടുത്ത 4 സെൻറ്റിമീറ്റർ. ഓക്കെ, എനിക്ക് പോയിന്റ് കിട്ടി. ഇതാണ് എന്തോന്ന്? C എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ അതും കൂടെ മുട്ടിച്ചു. BC എത്രയാണ്? 180 mm. ഇതെത്രയാണ് മൊത്തം? 120 mm.
എല്ലാം മാർക്ക് ചെയ്തു, ഈ സൈഡ് മാർക്ക് ചെയ്തു. ഇനി ഈ സൈഡിൻ്റെ എത്തി അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കണം. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയാമോ? ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ പറയുന്നത്, ഇത് ഒരു മിനിറ്റ്, ഇത് എത്ര ഇതിൻ്റെ ഇ എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചേക്കാം. ഇത് 60 mm ആണ്. ഡിന്ന് ഇ എന്ന് പറയുന്നത് 60 mm അപ്പുറയാണ് നിൽക്കുന്നത്. ഓക്കെ, ഡി ഇ എന്ന് പറയുന്നത് 60 ആണ്, 50 അല്ല 60. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, 60നെ ഡിവൈഡഡ് ബൈ 30 ചെയ്തു. അപ്പം 2 എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തൊരു പോയിന്റ് വെക്കുക. 2 സെൻറ്റിമീറ്റർ എടുത്തു, ഒരു പോയിന്റ് വെച്ചു, ഇവിടെയാണ് വരുന്നത്. അതിന് ഞാൻ പേര് കൊടുത്തു ഇ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഇനി ഇത് എത്ര ദൂരമായിരുന്നു? 60 mm. അത് 60 mm എന്ന് പറഞ്ഞ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുക. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കണം. നമ്മൾ ഈ അപ്ലൈഡ് ഫോഴ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാമോ? അത് നമ്മൾ സെപ്പറേറ്റ് വരച്ചിട്ട് ഇതിൽ കൊണ്ടുവന്ന് മുട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പം നമ്മൾ എപ്പോഴും ഇതിന് നേരെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്, എ ഡിക്ക് നേരെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എ ഡി ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചു, എ ഡിക്ക് ഞാൻ ഇപ്പുറമായിട്ട് മാറ്റി എന്തോന്ന് വരച്ചു, ഇത് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എ ഡിക്ക് പാരലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മിക്കപ്പോഴും അങ്ങനെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ എന്തെന്ന് ചെയ്തു, ഒരു 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് ഇതൊന്നും കൂടെ ഇങ്ങനെ വരച്ചു. ഒന്നുമില്ല, നമ്മൾ സെപ്പറേറ്റ് ഒരു 40 ഡിഗ്രി എടുത്ത് വരയ്ക്കുക, സെപ്പറേറ്റ് വരയ്ക്കുക, ഇത് 40 ഡിഗ്രി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ടുപോയി മുട്ടിക്കണം, അതാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോളർ സ്കെയിൽ എടുക്കുന്നു. എന്നിട്ട് ഈ ലൈൻ കണ്ടോ, ആദ്യം ഈ ലൈനിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് ആ എക്സ് ആക്സിസ് പോലത്തെ ലൈനിന് വലിയ ഇതില്ല, ഇതിനാണ് നമുക്ക് ഫോഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് വരച്ചു 40 ഡിഗ്രി. ഡയറക്ഷൻ ഇങ്ങോട്ടാണ് തന്നിട്ടുണ്ട്, ഇങ്ങോട്ടാണെന്ന്. എന്നിട്ട് എഴുതുക F = 120 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ട് തന്നെ വരച്ചു, അതിൻ്റെ അകത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനിയിപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് വരയ്ക്കുന്ന എന്തോന്നാണ്, ഇവിടെ എത്രയാണ് ആംഗിൾ വന്നിരിക്കുന്നത് അതിനെ സെപ്പറേറ്റ് മാറ്റി എടുത്ത് വരയ്ക്കുക. വരച്ചിട്ട് താഴത്തേനെയും മണ്ടയ്ക്കത്തേനെയും ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ മുട്ടിച്ച് വെക്കുക. ഏത് പോയിന്റിൽ? ഈ പോയിന്റ് എന്ന് പറയുന്നത് 60 mm ഇപ്പുറയാണ് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക, താഴേക്കാണ് കിടക്കുന്നത്, ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം കോൺഫിഗറേഷൻ ഡയഗ്രാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. എല്ലാം നമ്മൾ വരച്ചില്ലേ, എല്ലാം സെറ്റല്ലേ, ടോർക്കെല്ലാം അടയാളപ്പെടുത്തി. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ മാർക്ക് ഫോഴ്സ്, അല്ലെങ്കിൽ മാർക്ക് ഫോഴ്സ്, അതാണ് സംഭവം. അപ്പം ഇതിപ്പം നമ്മൾ ഒരു കാര്യം വരയ്ക്കാൻ വിട്ടു, എ ഡി ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിക്കപ്പോഴും ഇങ്ങനെയാണ്, എ ഡി ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പം ഇതിന് നമ്മളിങ്ങനെ എ ഡി ഫിക്സഡ് ആണെന്നുള്ള രീതിയിൽ ഇതിങ്ങനെ ഇങ്ങനെ പുല്ലിങ്ങനെ കൊടുത്തു. ശരി, ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് ഇതിനകത്ത് ഫോഴ്സ് ഇത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് 1ാമത്തെ ലിങ്ക്, ഇത് 2ാമത്തെ ലിങ്ക്, ഇത് 3ാമത്തെ ലിങ്ക്, ഈ ഒരു സി ഡി എന്ന് പറയുന്നത് ഒരു 4ാമത്തെ ലിങ്ക്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇതല്ല, ഈ ഒരു സി ഡി എന്ന് പറയുന്നത് 4ാമത്തെ ലിങ്ക്, സി ഡി എന്ന് പറയുന്നത് 4ാമത്തെ ലിങ്ക്. ഓക്കെ, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, നിങ്ങൾക്ക് അറിയാം. ശരി, ഇനിയിപ്പം നമ്മൾ എ ഡിയിൽ ഫോഴ്സ് എന്തെങ്കിലും ആക്ട് ചെയ്യുമോ? ചെയ്യത്തില്ല. എ ഡിയിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല, കാരണം ഇതെന്താണ്, ഫിക്സഡ് ആണ്. മനസ്സിലായോ? ഇത് ഫിക്സഡ് ആണ്, ഇതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല. അപ്പം അടുത്തത് എ ബി, ഇതിൻ്റെ അകത്ത് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അയൽപക്കത്തെ ആളുടെ കാര്യം എഴുതിയിട്ടാണ് നമ്മുടെ കാര്യം എഴുതുന്നത്. ആ ഒരു ഇത് വിചാരിക്കാം. തൊട്ടടുത്തുള്ള ആളുടെ എഴുതിയിട്ട്, അഡ്ജസൻ്റ് ആളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. അതുപോലെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമ്മൾ തൊട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ആളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. ശരി, ഇപ്പം ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതണം നമ്മൾ. ഓക്കെ, ജസ്റ്റ് ഇത് ആദ്യം കാണുമ്പോൾ ചെറിയൊരു ഇത് തോന്നുമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പം എഫ് നമ്മൾ അടുത്ത ആളുടെ എഴുതും, ആദ്യത്തെ 1, എന്നിട്ട് നമ്മുടെ എഴുതും 2. ഇവിടെ എഴുതുമ്പോഴോ, ഈ പോയിന്റിൽ നിന്ന് എഴുതുമ്പോഴോ, ഈ സൈഡിൽ നിന്ന് എഴുതുമ്പോഴോ നമ്മൾ തൊട്ടടുത്ത ആളുടെ 3, ഇതല്ലേ 3 അല്ലേ അടുത്തിരിക്കുന്നത്. അപ്പോൾ F3 നമ്മുടെ 2. മനസ്സിലായോ? ഇനി ഇവിടെ എഴുതുമ്പോഴോ, ഇവിടെ നിന്നിട്ട് എഴുതുമ്പോഴോ,
നമ്മൾ 3 എന്ന് പറഞ്ഞ സംഭവത്തിൽ നിൽക്കുക. അപ്പം എഫ് തൊട്ടടുത്ത ആളേതാ 2 അല്ലേ, 2 പിന്നെ 3. ഇവിടെ നിന്ന് എഴുതുമ്പോഴോ എഫ് ഇത് ഇപ്പുറത്തെ ആളാരാ 4 എഴുതിയിട്ട് ഈ 3. ഇനി ഇവിടെ നിന്ന് എഴുതുമ്പോഴോ എഫ് അയൽവക്കത്തെ ആള് 3, നമ്മുടേത് 4. ഇവിടെ നിന്ന് എഴുതുമ്പോഴോ തൊട്ടയൽവക്കത്തെ ആള് 1, നമ്മുടെ 4. അത് മനസ്സിലായോ? അത് എഴുതാൻ ഒന്ന് പഠിക്കുക. ഓക്കെ, ഇങ്ങനെ വരത്തുള്ളൂ. ഈ താഴെ നമുക്കൊന്നും എഴുതേണ്ടി വരത്തില്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇത് ആദ്യം പറയുമ്പോൾ തന്നെ ഈ ഒരു ഇത് ഇങ്ങനെ മനസ്സിലാക്കുക. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്, അത് കൂടുതൽ ആലോചിക്കാനില്ല. എനിക്കിത് എഴുതാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ എടുക്കും, അങ്ങനെയൊന്നുമില്ല. ഇതിനങ്ങനെ വെക്കുക, ഇങ്ങനെയാണ് എല്ലാത്തിലും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കിട്ടാൻ നേരത്ത് ഇതിന് F12 1 2 3 4 ആദ്യം പേര് കൊടുക്കുക. 2 നിന്നിട്ട് 2ന്റെ താഴെ 1 2 3 2 അയൽവക്കത്താൾ എഴുതിയിട്ട് നമ്മുടെ 3 2. ഇവിടെ നമ്മൾ 3 നിൽക്കുക. 3 നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്താള് 2, അപ്പൊ 2 3. ഇപ്പുറം സൈഡ് വരാൻ നേരത്ത് തൊട്ടപ്പുറത്താള് 4 4 3. എന്നിട്ട് 4ൽ നിന്ന് നോക്കുമ്പോൾ 4ന്റെ തൊട്ടിപ്പുറം ഇരിക്കുന്ന ആള് 3, എന്നിട്ട് നമ്മുടെ 4, അങ്ങനെ 3 4. അതുപോലെ നമ്മൾ ഈ സൈഡിൽ നിൽക്കാൻ നേരം തൊട്ടയൽവക്കത്തെ ആള് 1, നമ്മുടെ 4 1 4. അങ്ങനെ ഇതിങ്ങനെ വരത്തുള്ളൂ. F12 F32 F23 F43 F34 F14. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയായിരിക്കും. അപ്പം ഇതൊക്കെ എങ്ങനെ എഴുതും അങ്ങനെയൊന്നും ഇട്ട് തലവുണ്ട. ഇതേ സംഭവം ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, പച്ചയ്ക്ക് ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അപ്പം ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചു കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞ 4th മോഡൽ ഇത് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് പോയി എഴുതിയാൽ പോലും നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം അത് അത്രയും സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇത് മാത്രം നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം ഇത് എടുത്തിരിക്കുന്ന ഇങ്ങനെ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. ഓക്കെ, ഇനിയിപ്പം ഓരോ ലിങ്കിലെയും കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് നമുക്ക് ഇവിടെ എടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവർ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ പോവാം. കൺസ്ട്രെയിൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ആദ്യത്തെ ലിങ്ക് ഞാൻ ഇതെടുക്കുക, എ ഡി അല്ലേ ഒന്നെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എ ഡി എടുക്കുക. ഒന്നാമത്തെ ലിങ്ക് എ ഡിക്കകത്ത് എന്തോന്നാണ്, നോ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സസ്. കാരണം എന്താ, എ ഡി ഈസ് ഫിക്സഡ്. എ ഡി ഈസ് ഫിക്സഡ് ആണ്, നോ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സസ്. മനസ്സിലായോ? ഇവിടെ ഫോഴ്സ് ഒന്നുമില്ല. ഒരു ലിങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യത്തില്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. ശരി, ഇനി അടുത്ത രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എ ബി. ഓക്കെ, അപ്പം ഈ എ ബി എന്ന് പറയുന്ന സ്ഥാനത്ത് രണ്ടറ്റത്തും ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എങ്ങനെ എഴുതും? അയൽവക്കത്താളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. ഇപ്പറേ അങ്ങനെ തന്നെ അയൽവക്കത്താളുടെ എഴുതിയിട്ട് നമ്മുടെ എഴുതും. ഇവിടെ 1 2 എന്ന് പറയുന്ന നേരത്ത് അല്ല, ഇവിടെ ഇപ്പോൾ എത്ര ഫോഴ്സ് ഉണ്ട്? 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സും 1 ടോർക്കും ഉണ്ട് ഈ എ ബി എന്ന് പറഞ്ഞ ലിങ്കിൽ അല്ലേ. അപ്പോൾ അത് എഴുതുക, 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉണ്ട്, അതിനൊപ്പം 1 ടോർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എഴുതി. ഇനിയിപ്പോൾ അടുത്ത് ഏതാ? മൂന്നാമത്തെ ലിങ്ക് പേരെന്നാ? ബി സി. ബി സിക്കകത്ത് എത്ര എന്തൊക്കെ ഉണ്ട്? 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. സപ്പോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൻ്റെ അകത്ത് പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ F12 F32 രണ്ടെണ്ണം. ടോർക്ക് എന്ന് പറയുമ്പോൾ T. ഓക്കെ, ബി സി എന്ന് പറയുമ്പം F23 ഉണ്ട്, പിന്നെ F43 ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഇനി നാലാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഏതാ? സി ഡി. അത് എഴുതുക, സി ഡി. അതിനകത്ത് എന്നൊക്കെയാണ് ഉള്ളത്? 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉണ്ട്, 1 അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക, 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ്. ബ്രാക്കറ്റ് വേണമെങ്കിൽ അത് കൊടുക്കുക. എന്നാണ് F34 F14 F14 പിന്നെ എന്തോന്നുണ്ട്? ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, പുരിഞ്ഞതാണ്. മനസ്സിലായോ? അപ്പൊ ഇത്ര എഴുതാം. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു 4 ബാർ ആണെങ്കിൽ അതിന്റെ 4 ലിങ്ക് ഉണ്ടല്ലോ, 1 2 3 4. ആ 4 ലിങ്കിലും ഫിക്സഡ് ആയിട്ടുള്ള സംഭവത്തിൽ ഫോഴ്സ് ഒന്നും വരത്തില്ല. അത് കഴിഞ്ഞുള്ളതിന് എല്ലാത്തിനും നമ്പർ കൊടുക്കുക. അയൽവക്കത്താളുടെ എഴുതിയിട്ട് നമ്മുടെ അങ്ങനെ നമ്മൾ കൊടുത്ത്
ഇത്ര എഴുതി വെച്ചു. അതിനുശേഷം അത് നമുക്ക് അടുത്ത് ഇങ്ങനെ എഴുതാലോ. കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ എഴുതണമെന്നില്ല, നിങ്ങളിത് മനസ്സിലാക്കിയിരുന്നാൽ മതി. പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതിയിരിക്കുക. ഓക്കെ, കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എത്ര ലിങ്ക് ഉണ്ട്? 4 ലിങ്ക് ഉണ്ട്. അപ്പോൾ 4 ലിങ്കിലെ കാര്യം എഴുതണം. എ ഡി എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ അകത്ത് നോ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. കാരണം എന്താ? എ ഡി ഫിക്സഡ് ആണ്. രണ്ടാമത്തെ അകത്ത് എ ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ട്, ഒരു ടോർക്കും ഉണ്ട്. ബി സി എന്ന് പറയുമ്പോൾ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. സി ഡി എന്ന് പറയുന്ന നേരത്ത് 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ട്, ഒരു അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി ഈ 4 നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയില്ലേ? ഇനി ഇതിൻ്റെ അകത്ത് എ ഡി വിട്ടേക്ക്. എ ഡിനെ നമ്മൾ കളിക്കാൻ കൂട്ടത്തില്ല. അതിപ്പോൾ ബാക്കി മോഡലിനകത്ത് നമ്മൾ പഠിച്ചപ്പോഴും അങ്ങനെ ഫിക്സഡിനെ നമ്മൾ ഒന്നിനും കളി കൂട്ടത്തില്ല. ശരി, ഇപ്പോൾ 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് മിനിമം കൺസ്ട്രെയിൻഡ് ഫോഴ്സ്? ഇവൻ്റെ കയ്യിൽ 2 ഉണ്ട്, ഇവൻ്റെ കയ്യിൽ 3 ഉണ്ട്, ഇവൻ്റെ കയ്യിൽ 3 ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഏതിനാണ് ഒരു കുറവായിട്ടുള്ള മിനിമം ആയിട്ടുള്ളത്? ആർക്കാണ്? 2 ഉള്ളവന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് 3 സംഭവങ്ങളുണ്ട്. എ ബിക്ക് 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഒരു ടോർക്കും. സി ഡിക്കോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ്, ഒരു അപ്ലൈഡ് ഫോഴ്സ്. ബി സിക്കോ 2 കൺസ്ട്രെയിൻഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവനെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കും. ബി സിനെ നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്യും. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇത് രണ്ടാമത്തെ മെത്തേഡ്, മാർക്ക് ഫോഴ്സ്. മാർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? F12, F32, F23, F43 ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എഴുതിയില്ല, അയൽവക്കത്താളിൽ എഴുതിയിട്ട് നമ്മൾ എഴുതിയില്ലേ? അതാണ് മാർക്ക് ഫോഴ്സ്. എന്നിട്ട് അതിനകത്ത് മിനിമം ഫോഴ്സ് ഉള്ള ആളിനെ സെലക്ട് ചെയ്യുക. മിനിമം ഫോഴ്സ് ഉള്ള ആൾ ബി സിനെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാമത്തിന് സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, പേരിൽ തന്നെ ഉള്ളത് ഫ്രീ ആയിട്ട് വരയ്ക്കുന്ന സാധനം. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് എഴുതുക. ഫ്രീ ബോഡി ഡയഗ്രാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളിവിടെ ബി സിനെ അല്ലേ സെലക്ട് ചെയ്തത്, ഈ ബി സിനെ എടുത്ത് നമ്മൾ പാരലൽ വരയ്ക്കുന്നു. അത്രേ ഉള്ളൂ സംഭവം. ഏതിനാ നമ്മൾ സെലക്ട് ചെയ്തത്? ബി സി. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കുന്നു. തെറ്റാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇതിനെടുക്കാൻ നേരത്ത് മാർക്ക് ചെയ്യാൻ നേരത്ത് റോൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാൻ നേരത്ത് പോയിന്റ് കുത്തി ഈ സൈഡും പോയിന്റ് കുത്തി കറക്റ്റായിട്ട് എടുത്തിട്ട് ഈ 2 റെഡിനെ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വരാനായിട്ട്. ഒരു സൈഡ് ഒന്നും ഇതായില്ലെങ്കിൽ ശകലം ഒന്ന് ചരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെ എടുത്തു, പാരലൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വരച്ചു. അതായത് ഇതിൻ്റെ അടിയിലായിട്ട് വരയ്ക്കും. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒന്നിനും സ്ഥലമില്ലാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കയറ്റിയൊക്കെ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഫ്രീ ബോഡി ഡയഗ്രാം എഴുതുക, അതിന് തൊട്ട് താഴെയായിട്ട് വേണം വരയ്ക്കാൻ. ഇതിപ്പം ആക്ച്വലി നമ്മൾ മെഷർ ചെയ്ത് വരച്ചാലും കുഴപ്പമില്ല, മെഷർ ചെയ്തില്ലേലും കുഴപ്പമില്ല, മെഷർ ചെയ്ത് വരച്ചാലും കുഴപ്പമില്ല. ഞാൻ മെഷർ ചെയ്താണ് എടുക്കുന്നത്. നമ്മളിവിടെ നമ്മൾ സ്കെയിൽ ചെയ്തില്ലേ, സെയിം മെഷർമെൻറ്റ് തന്നെ. 180 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ എത്ര വരും? 6 സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5, 6 സെൻറ്റിമീറ്റർ എടുത്ത് ജസ്റ്റ് വരച്ചു. എന്നിട്ട് ലൈൻ ഓഫ് ആക്ഷൻ ബാക്കി കുറച്ചിങ്ങനെ കൊടുക്കുക. ഒരു 4 കുത്ത്, അതുപോലെ ഒരു 4 ഇതിങ്ങനെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ പേര്, ഈ പോയിന്റ് അല്ലേ ബി, ഈ പോയിന്റ് അല്ലേ സി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫോഴ്സിനെയും കൂടെ ഇതിൻ്റെ അകത്ത് എഴുതുക. ഫോഴ്സിൻ്റെ പേരെന്തോന്നാണ്? F23, F43. ശരിയല്ലേ? അതായത് ഞാൻ ഇതിനെല്ലാം മറന്നു, ഇതിനെ മാത്രം എടുത്തു. ബി സി ഈ 2 പേര്. അപ്പം ഈ ലൈനിനെ മാത്രം ഞാൻ അങ്ങനെ പാരലൽ ഉണ്ടെന്ന് വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം ആണ്, സ്കെയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ബാക്കിയൊക്കെ വരയ്ക്കുമ്പോൾ ഒന്നും സ്കെയിലിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സാധനം വരയ്ക്കുമ്പോൾ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് എടുക്കാം, കുഴപ്പമില്ല. മെഷർ ചെയ്ത് എടുത്താലും കുഴപ്പമില്ല. ഈ കറക്റ്റ് ലൈൻ ഇവിടെ പാരലൽ വരണം, അത്രേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ബി സിന്ന് കൊടുത്തു, F23 എന്ന് എഴുതി, F43 എന്ന് എഴുതി. ശരി, ഇനിയിപ്പം നമ്മൾ മിനിമം ഫോഴ്സ് ഉള്ളതിനെടുത്ത് വരച്ചു. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമം ഫോഴ്സ് ഉള്ളതിനെ എടുത്ത് വരച്ചു. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ്? അപ്ലൈഡ് ഫോഴ്സിനെ വരയ്ക്കണം. അത് ഞാൻ പറഞ്ഞു, ഏടിനെ നമ്മൾ കളിക്ക് കൂട്ടത്തില്ല. ഇതിനെ നമ്മൾ എടുത്തിപ്പോൾ വരച്ചു. ഇനി അടുത്ത നമ്മൾ എടുക്കേണ്ടത് ആരെയാണ്? ഇവനെ എടുക്കണം. അതിനുശേഷം ആരെ എടുക്കണം? അതിൻ്റെ അവസാനമാണ് ടോർക്കിൻ്റെ ഭാഗത്തേക്ക് വരേണ്ടത്. ഏതൊരു കണക്കാണെങ്കിലും അങ്ങനെയാ. ആദ്യം മിനിമം ആയിട്ടുള്ള ആളെ എടുത്ത് വരയ്ക്കും. അതിനുശേഷം മിനിമം കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ കൈ ചൂണ്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ അപ്ലൈഡ് തന്നിരിക്കുന്ന ആരാണോ ആ ഭാഗത്തേക്ക് വേണം കൈ ചൂണ്ടാൻ. എന്നിട്ട് അതെടുത്ത് നമ്മൾ വരയ്ക്കും. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അകത്തെ സംഭവങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ ടോർക്ക് ഏത് വശത്താണ് ആ വശത്തേക്ക് വരും. അങ്ങനെയാണ് കണക്ക് പോകുന്നത്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരച്ചു ഇതിൻ്റെ. ഇനിയിപ്പോൾ അടുത്തത് ഇതിനെ കയറ്റി വരയ്ക്കണം. ഇതിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വരയ്ക്കുമെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ പാരലൽ എടുക്കും. ബൈ കോൺഫിഗറേഷൻ ഡയഗ്രാമിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ, 120 ഡിവൈഡഡ് ബൈ 30.
ചെയ്യുമ്പോൾ 4. അപ്പോൾ ഇതിനെ ഞാൻ കൊണ്ടുവന്ന് ഇത് വേറെ, ഇപ്പം നമ്മളിവിടെ വരച്ചിട്ടില്ലേ BC, ഇത് വേറെ. ഇത് നമ്മളിപ്പോൾ ഇവിടെ വരച്ചതായിട്ടോ ഇനിയിപ്പോൾ ഇതിനെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുവാണോ അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ വരച്ചു, അതവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വരയ്ക്കും. അപ്പം ഞാനിപ്പം ഇവിടെ ആയിട്ട് വരയ്ക്കാം അതിനെ. ഇത് ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഏതിനെയാ? അപ്ലൈഡ് ഫോഴ്സിൻ്റെ അതിനെ പാരലൽ എടുത്ത് വരയ്ക്കുക. എത്ര? 4 സെൻറ്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാൻ. നാല് സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനിയിപ്പോൾ ഇത് 60 എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്ററിൽ ഒരു ഡോട്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത്. ഏത്? E എന്ന് പറയുന്ന സാധനം. എന്നിട്ട് അത് കയറ്റി എഴുതുക. ഇത് D, ഇത് E, ഇത് C. അതായത് നമ്മൾ ഇവിടെ കാണിച്ച അതേ സംഭവം ഇവിടെയും കാണിക്കുക. എന്നിട്ട് ആ ഫോഴ്സ്, ഈ സൈഡിലെ ഫോഴ്സും കൂടെ എടുത്ത് ഇവിടെ എഴുതുക. ഏതാ ഫോഴ്സ്? F34 ഇവിടെ ഉണ്ട്, F14 ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കയറ്റി ഇവിടെ വരയ്ക്കണം. ഇതിനെ കയറ്റി, അതായത് ഫോഴ്സ് അല്ലേ, അപ്ലൈഡ് ഫോഴ്സ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ നോർമലി ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുണ്ടല്ലോ അപ്ലൈഡ് ഫോഴ്സ്. ഇതിനെ നമ്മൾ അങ്ങനെ പാരലൽ കൊണ്ടുവച്ച് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. അത് നമുക്ക് അളവൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഇതിനകത്ത് മെയിൻ. ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ കൊടുത്തു. ഇനി ഇതെന്തോന്നാണ്? F = 120 ന്യൂട്ടൺ. ഇതിൻ്റെ ഡയറക്ഷൻ താഴോട്ട്. ഓക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 5th മോഡ്യൂളിൽ നമ്മളൊരു സാധനത്തിന് റെഫറൻസ് എടുക്കത്തില്ലേ, അതുപോലെ ഇതിനെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് വിചാരിക്കുക. ഏത്? മിനിമം കൺസ്ട്രെയിൻ്റ് ആയിട്ടുള്ള ഈ BCനെ. ഈ BCനെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനും കൊണ്ടുപോയി റെഫറൻസ് പോലെ വരയ്ക്കുന്നത്. ശരി. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുക. അതിനുശേഷം ഇത് വരച്ചു. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ BC ഇല്ലേ, ഇതിനെ നമ്മളെടുത്ത് ഇതിനെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് വെക്കും. മുകളിൽ കൊണ്ടുവന്ന് വെക്കും. മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കും. ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കും. അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്ട് ഇത്. കൂട്ടിമുട്ടിച്ചു. അതുപോലെ തന്നെ ഇതും കൂടെ കൂട്ടിമുട്ടുന്നത് ഇത് കൂട്ടിമുട്ടിച്ചു. ഇനിയിപ്പോൾ മിച്ചം ഇവിടെ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിനെയും കൂടെ ഒന്ന് കൂട്ടിമുട്ടിച്ചേക്കുക. ഓക്കെ, മനസ്സിലായോ? ആദ്യം ഫോഴ്സിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിനെ റിഫറൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും ഇത് കൊണ്ടുപോയി വെച്ച് വേണം വരയ്ക്കാൻ. ഇനിയിപ്പോൾ അടുത്ത വരയ്ക്കാൻ പോകുന്നതിന് ഇത് കൊണ്ടുപോയി വെച്ച് വേണം വരയ്ക്കാൻ. അപ്പം ഇതിലുണ്ടെന്ന് ഇതിന് വെച്ചിട്ട് വരച്ചപ്പോഴത്തേക്ക് ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കും. അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ആ പോയിന്റ് കിട്ടി. ഇനിയിപ്പം മിച്ചമുള്ളത് ഇതും കൂടെ കൂട്ടിമുട്ടിക്കുക. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, ഇത് F ആണ്. ഈ നടുക്ക് നമ്മൾ ആദ്യം വരച്ചത് F ആണ്. നമുക്ക് അറിയാവുന്ന സാധനം, അറിയാവുന്ന ഫോഴ്സാണ് ഇത് F. ഈ തൊട്ട് താഴെയുള്ളതാണ് എന്തോന്ന്? F14. ഇതിൻ്റെ പേര് അപ്പം എന്തോന്നായി? F14 എന്ന് പറഞ്ഞതായി. ഇതിൻ്റെ ഈ പേര് F14. ഇതിൻ്റെ പേര് എന്തോന്നായി? F34 എന്നായി. ഓക്കെ, മനസ്സിലായോ? ഇത് F ആണെന്ന് നമുക്കറിയാം. അതിനെയാണ് നമ്മൾ ആദ്യം വരച്ചത്. എന്നിട്ട് നമ്മൾ ഇതും കൂടെ മുട്ടിയപ്പോൾ കിട്ടിയതിനെ നമ്മൾ F34 എന്ന് എടുത്തു. ഇതും കൂടെ മുട്ടിയപ്പോൾ കിട്ടിയതിനെ F14 എന്ന് എടുത്തു. മനസ്സിലായോ? ശരി. എന്തോന്ന് അറിയാം ഇവിടെ സൂപ്പറായിട്ട്? ഫോഴ്സ് അറിയാം. 120 ന്യൂട്ടണാണെന്നറിയാം. മിനിമം ഫോഴ്സ് എടുത്തത് നമ്മളിത് വരച്ചു. അപ്ലൈഡ് ഫോഴ്സിൻ്റെ എടുത്ത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് എടുക്കുന്നതിൻ്റെ മാത്രം മെഷർമെന്റ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്ന് ഞാനിപ്പം CD എടുക്കുകയാണെങ്കിൽ CDയുടെ ആ ഒരു മെഷർമെന്റ് കറക്റ്റായിട്ട് വരയ്ക്കണം. അതുപോലെ ഈ ഫോഴ്സും മുട്ടുന്നതിൻ്റെ ഇതും കറക്റ്റ് മെഷർമെന്റിൽ തന്നെ വരയ്ക്കണം. ബാക്കി നമ്മൾ ഇതൊക്കെ വരയ്ക്കുന്നതിനാണ് എന്തോന്ന് ഇപ്പം നമുക്ക് അങ്ങനെ മെഷർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യം നമ്മളെടുത്ത മിനിമം ഫോഴ്സിന് നമ്മൾ ഈ ഒരു BC എന്നുള്ള സെഗ്മെന്റിനെ മെഷർ ചെയ്ത് വരച്ചു. അതുപോലെ CD എന്ന് പറഞ്ഞ സാധനത്തിനും എടുത്ത് ഇവിടെ വരയ്ക്കാൻ നേരത്ത് അതും മെഷർ ചെയ്ത് വരച്ചു. ഇനിയിപ്പം അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രാം കഴിഞ്ഞു നമുക്ക്. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്നാണ് വരയ്ക്കേണ്ടത്? വെക്റ്റർ ഡയഗ്രാം. ഇപ്പോൾ വെക്റ്റർ ഡയഗ്രാം എന്ന് എഴുതുക. വെക്റ്റർ ഡയഗ്രാം എന്ന് എഴുതി. വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുമ്പം നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം പോലെ തന്നെ വരയ്ക്കുന്ന. അപ്പോൾ അത് സ്കെയിൽ ചെയ്യണം. സ്കെയിൽ എന്ന് പറഞ്ഞ് ചെയ്യുക.
വെക്റ്റർ എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഫോഴ്സ് ആണ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞ മൈൻഡിൽ വരണം 4th മൊഡ്യൂളിൽ. അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെക്റ്റർ എന്ന് പറഞ്ഞ മൈൻഡിൽ വരണം. ഏത് മൊഡ്യൂളിൽ? 4th മൊഡ്യൂളിൽ. ശരി. അപ്പം ഇനിയിപ്പോൾ എന്നാ, അപ്പം ഇപ്പം നമ്മളിപ്പോൾ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിനാണ് വരയ്ക്കുന്നത്? ഫോഴ്സിനെയാണ് വരയ്ക്കുന്നത്. ഫോഴ്സ് 120 ന്യൂട്ടൺ. ഇവിടെ നമുക്ക് 3 ഫോഴ്സ് ഉണ്ട്. F34 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, F എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, F14 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അറിയാവുന്നത് ഏത് ഫോഴ്സാ? F എന്ന് പറയുന്ന ഫോഴ്സ് 120 ന്യൂട്ടൺ. അപ്പം അതിനെ നമ്മൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ പോവാം. അപ്പം ഓക്കെ, 120 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പം ഞാൻ 1 സെൻറ്റിമീറ്ററിന് എത്രയായിട്ട് എടുത്തു? 30 ന്യൂട്ടൺ ആയിട്ട് എടുക്കുക. 4th മൊഡ്യൂളാണ് മിക്കപ്പോഴും ഈ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് നമ്മൾ ഇറുക്കി പിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്കെയിൽ എടുക്കുന്നത് കറക്റ്റായിട്ട് എടുത്തോണം. സ്കെയിൽ ഇപ്പോൾ എത്രയാണ് എടുക്കുന്നത്, ഈ നമ്മൾ എടുത്ത് വരയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ കിട്ടുന്ന വാല്യൂ വെച്ച് വേണം വരയ്ക്കാൻ. വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മെഷർമെന്റ് അളക്കത്തില്ല, അതിന് നമ്മൾ തിരിച്ച് സ്കെയിൽ കൊണ്ട് ഇൻഡു ചെയ്ത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ കൂടുതൽ അഴുത്തി പറഞ്ഞിരുന്നില്ല, കാരണം ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു, കുറേ പടങ്ങളെല്ലാം നമ്മൾ വരച്ചും കഴിഞ്ഞു. ശരി, അപ്പം 30 ന്യൂട്ടൺ എടുത്തു. അപ്പം ഞാൻ എത്ര സെൻറ്റിമീറ്റർ? 120 ന്യൂട്ടണാണ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാൻ. അപ്പം ഞാൻ പാരൽ എടുത്ത് വേണം വരയ്ക്കാൻ പോവാം. ഇതാണ് പാരൽ. ഇങ്ങനെ എടുത്തു, ഇവിടെ വെച്ചെടുക്കാം. കറക്റ്റായിട്ട് ലോക്ക് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് താഴേക്ക് എടുക്കുക. ഓക്കെ, 4 സെൻറ്റിമീറ്റർ വെച്ചാൽ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ആയിട്ട് ഞാൻ വരയ്ക്കാം. 4 സെൻറ്റിമീറ്റർ എടുത്ത് 1 2 3 4 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. എങ്ങോട്ടാണ് ആരോ? താഴോട്ടാണ് ആരോ. പേരെന്തോന്ന്? എഫ്. എത്ര ന്യൂട്ടൺ? 120 ന്യൂട്ടൺ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇത് 3 ഫോഴ്സ്. വെക്റ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്നാ? ഫോഴ്സാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഫോഴ്സ്? ഇതൊരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ റോൾ ചെയ്ത് വരയ്ക്കുക. ഇത് ഫസ്റ്റ് കാണുവാണെങ്കിൽ ഇതിനൊരു ഡൗട്ട് തോന്നും, പക്ഷേ രണ്ടാമത്തെ കണക്ക് ചെയ്യുമ്പോഴത്തേക്കും സൂപ്പറായിരിക്കും. ഒന്നുമില്ല, ചുമ്മാ എടുത്ത് വരയ്ക്കുക അത്ര. ഇതിനെ ഞാൻ F34നെ റോൾ ചെയ്തു, ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് കൊണ്ടുവന്നു, ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു, ഇങ്ങനെ അതുപോലെ ഇങ്ങോട്ടും കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് F14 അല്ലേ? F14നെ എടുത്തു, കറക്റ്റായിട്ട് പാരൽ വെച്ചു. എന്നിട്ട് ഇതിനെങ്ങനെ നേരെ ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ വെച്ചു. ഈ പോയിന്റ് മുട്ടണം, ഏതെങ്കിലും ഒരു പോയിന്റ് മുട്ടിയിരിക്കണം. ഏതിൽ? നമ്മൾ ആദ്യം എടുത്ത ഫോഴ്സിൽ. ഇതും കൂടെ വരച്ചു. അപ്പം ഈ മുട്ടുന്ന പോയിന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. അത് നമ്മൾ ആദ്യം എടുത്ത് വരച്ചത്, 4 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ച്. ഇനിയിപ്പോൾ ഇതും കൂടെ മുട്ടുന്ന ഇതാണ് പോയിന്റ്. ഓക്കെ, ശരി. ഇതിപ്പം F = 120 ന്യൂട്ടൺ. ഇത് നമ്മൾ ആദ്യം വരച്ചത്. ഇത് ഏതാ വരച്ചത്? ഇതെടുത്ത് നമ്മൾ ഇതാണ് വരച്ചത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? F14. ഇതപ്പോൾ F14 ആണ്. ഇനി ഇത് നമ്മളെടുത്ത് വരച്ചത് ഏതാണ്? ഈ ഒരു സംഭവമാണ്. ഇതാണ് എന്തോന്ന്? F34. ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഡയറക്ഷൻ കൊടുക്കണം. എപ്പോഴും നമ്മൾക്ക് അറിയാവുന്ന ഒരു ഫോഴ്സ് നമ്മൾ വരച്ചില്ലേ, അതിന് ഏത് ഡയറക്ഷനാണോ അതിന് ഇതായിട്ടായിരിക്കും ബാക്കിയെല്ലാം വരുന്നത്. ഇതിപ്പോൾ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതും അതിൻ്റെ രീതിയിൽ തന്നെ അങ്ങോട്ട് പോകും, ഇതിൻ്റെ രീതിയിൽ തന്നെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടിയില്ലേ? ഇതിപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ബാക്കി എല്ലാത്തിനും അതിനനുസരിച്ച് ആരോ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മണ്ടക്കോട്ടാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാത്തിനും കൂടെ ആരോ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നിട്ട് ഇത് അടുത്ത് അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ആരോ അങ്ങോട്ട്, എന്നിട്ട് ഈ പോയിന്റ് വരെ വന്നു. പോയിന്റിൽ നിന്ന് ഇപ്പോൾ അടുത്ത് നീങ്ങാനുള്ളത് ഇങ്ങോട്ടാണ്, അപ്പോൾ അതിൻ്റെ ആരോ ഇങ്ങോട്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ കിട്ടിയ ആരോ ഇതിപ്പം ഇങ്ങോട്ടല്ല, ആരോ മണ്ടക്കോട്ടായിരുന്നെങ്കിലോ ഇതിപ്പോൾ ഇങ്ങോട്ട് മണ്ടക്കോട്ട് പോകും. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ ആരോ ഇങ്ങനെ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വരും. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. അപ്പം ഇതിനനുസരിച്ച് വേണം ഇത് ചുമ്മാ ഇട്ട് കൊടുക്കാൻ. ശരി, അപ്പം നമുക്ക് ഇത് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്കെയിൽ എടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനെ ജസ്റ്റ് മെഷർ ചെയ്യുക. ഒരേ സംഭവം തന്നെ, നമ്മൾ എല്ലാ മഴകളും അതിനെ തന്നെ ഇട്ടാ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇതിൻ്റെ 2.5 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ F14 എന്ന് പറയുന്നത് എന്തോന്ന് കിട്ടി? എനിക്ക് 2.4 സെൻറ്റിമീറ്റർ ആണ്. ഞങ്ങൾ നമ്മൾ സ്കെയിലിൽ ഉള്ളപ്പോഴാണ് 2.4 കിട്ടിയത്. അതിനെ ഇൻറ്റു എന്തോന്ന് ചെയ്യണം? 30 ന്യൂട്ടൺ, 30 സ്കെയിലും കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2.4 × 30 എത്ര വരും?
2.4 ഇൻറ്റു 30 ചെയ്യുമ്പോൾ എനിക്ക് 72 എന്ന് പറഞ്ഞ് വരും. 72 ന്യൂട്ടൺ. അപ്പം F14ന്റെ വാല്യൂ എത്രയാ? 72 ന്യൂട്ടൺ. 72 ന്യൂട്ടൺ. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് എന്തോന്ന് ഇനി എന്നാ ഉള്ളത്? F34ന്റെ അത് കണ്ടുപിടിക്കണ്ടേ? F34ന്റെ എന്തോന്നാണ്? എനിക്ക് മെഷർ ചെയ്തപ്പം 1.7 എന്ന് പറഞ്ഞ് കിട്ടി. F34 എന്ന് പറഞ്ഞാൽ 1.7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഞാൻ അതിന് ഇൻറ്റു സ്കെയിൽ ചെയ്യണം. അപ്പം എത്ര കിട്ടും? 51 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടണം. ഓക്കെ. അപ്പം നമുക്ക് F=120 ന്യൂട്ടൺ ഇത് നമുക്ക് അറിയാമായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ മറ്റേത് റോൾ ചെയ്ത് വരച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ F34ന്റെ വാല്യൂ കിട്ടി 51 ന്യൂട്ടൺ. F14ന്റെ വാല്യൂ കിട്ടി 72 ന്യൂട്ടൺ. അപ്പൊ നമ്മൾ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ. ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. മിനിമം ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം, അതെടുത്തിവിടെ വരച്ചു. അത് കഴിഞ്ഞു. അതിനുശേഷം ഈ വെക്ടർ ഡയഗ്രാം വരച്ചു. ഈ കിട്ടിയ സാധനത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് അപ്ലൈഡ് ഫോഴ്സിന് കിട്ടിയ സാധനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ഫോഴ്സിനെ കൂടെ വെച്ച് നമ്മൾ ബാക്കി 2 ഫോഴ്സ് കണ്ടുപിടിച്ചു. വെക്ടർ ഡയഗ്രാം വരച്ച് ബാക്കി 2 ഫോഴ്സും കൂടെ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ സൈഡ് ക്ലിയർ ആയി? ഈ സൈഡ് ക്ലിയർ ആയി, അതാണിത്. ഈ സൈഡ് ക്ലിയർ ആയി, അതാണിത്. ഇത് ഇത്ര. ഈ സൈഡ് നോക്കാനേ ഇല്ല, കാരണം ഇത് ഫിക്സഡ് ആയതുകൊണ്ട് കളിക്ക് വിടത്തില്ല. ഇനിയിപ്പോൾ മിച്ചം ഏത് സൈഡാണ് ഉള്ളത്? മിച്ചം ഇനിയിപ്പം ടോർക്കിന്റെ സൈഡാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി എന്തോന്ന് പോകും? ടോർക്കിന്റെ ആ ലിങ്കിലേക്ക് പോകും. അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് എന്തോന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങുക. ഓക്കെ. അപ്പൊ ടോർക്കിന്റെ ലിങ്കിലേക്ക് പോവാം. ടോർക്കിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇത് AB. അപ്പം AB-നെ നമ്മൾ മെഷർ ചെയ്താണ് ഇവിടെ വരയ്ക്കേണ്ടത്. മെഷർ ചെയ്യാതെയാണ് ഇനിയിപ്പോൾ വരയ്ക്കേണ്ടത്. മെഷർ ചെയ്ത് വേണം വരയ്ക്കാൻ. കാരണം എന്താ? ഇവിടെ നമ്മൾ BC മെഷർ ചെയ്ത് ഇവിടെ വരച്ചു വെച്ചു. CD എന്ന് പറഞ്ഞ സാധനം മെഷർ ചെയ്താണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഈ സൈഡ് വരയ്ക്കണം, AB. അപ്പോൾ AB വരയ്ക്കാൻ പോവാ. AB വരയ്ക്കണമെങ്കിൽ എന്തോന്ന് ചെയ്യണം? പാരലൽ എടുക്കണം. ഇതിൻ്റെ മെഷർ 60 mm എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ വരും. ഇപ്പോൾ 2 സെന്റിമീറ്റർ എടുത്ത് ഞാൻ ഇതിങ്ങനെ വെച്ച്, ഓക്കെ, കറക്റ്റായിട്ട് 2 സൈഡും കുത്തി വേണം എടുക്കാൻ. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു സ്കെയിലെങ്കിൽ ഞാനിപ്പം ഇത് ആക്ച്വലി ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം വരയ്ക്കാൻ. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. 2 സെന്റിമീറ്റർ. ഓക്കെ. പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുത്ത പോലെ A. ഇതിനെന്തോന്ന് കൊടുക്കാം? B. ഇനി ഇവിടെ 2 ഫോഴ്സ് ഇല്ല. 2 ഫോഴ്സ് ഇവിടെ എഴുതണ്ടേ? ഏതൊക്കെയാ? F32 മണ്ടയ്ക്ക്, F12 താഴെ. ഇനി ഒരു കാര്യം പറയാം. ഒന്നുമില്ല, നമ്മൾ എന്നാ ഓരോന്നും എടുത്തെടുത്ത് വരയ്ക്കാൻ നേരത്തെ എന്തോന്ന് ചെയ്യും? റിഫറൻസ് പോലെ ഒരു സാധനം നമ്മളിവിടെ വെച്ചിരിക്കില്ലേ? റിഫറൻസ് പോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതിനെടുത്തല്ലേ ഇപ്പം നമ്മൾ ഇതിനെടുത്ത് നമ്മളിവിടെ വരച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ റിഫറൻസ് ആണെന്ന് പറയുക. എന്നിട്ട് ഇതിനെ എടുത്തിട്ടല്ലേ നമ്മൾ ഇതിനെ ഇവിടെ കയറ്റി വരച്ചത്. അതുപോലെ ഇതിനെ എടുത്തിട്ട് വേണം ഇനി അടുത്ത് എന്തോന്ന് വരയ്ക്കാൻ, ഇവിടെയും കയറ്റി വരയ്ക്കാൻ. അതാ പറഞ്ഞത്, ഇതൊരു റിഫറൻസ് പോലെയാ. ഇതിനെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇത് വെച്ച് വേണം വരയ്ക്കാൻ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ എടുത്തു. ഇതെടുക്കുന്നതും ഇതെടുക്കുന്ന ഒന്നാണ്. കാരണം ഇത് തന്നെയാണ് ഇങ്ങോട്ടും വരയ്ക്കാൻ പോകുന്നത്. ഡയറക്ഷൻ ഓഫ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ വെച്ചു. അളവൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ കൊടുക്കുക. കറക്റ്റ് ഈ പോയിന്റ് മുട്ടണമെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം സെയിം ഇതിനെ ഒന്നും കൂടെ പാരലായിട്ട് വെച്ചുകൊണ്ട് ഇതിന്റെ തൊട്ട് താഴെ ആ A എന്ന് പറഞ്ഞ പോയിന്റിന്റെ അവിടെയും കൂടെ വരയ്ക്കുക. Aന്റെ അവിടെ, അതായത് ഇത് Aന്റെ അവിടെയും കൂടെ അത് വരച്ചു വിടുക. ഇങ്ങനെ മനസ്സിലായോ? പിടിഞ്ഞതാ. അതായത് AB വരച്ചല്ലോ, എടുത്ത് അങ്ങനെ മെഷർ ചെയ്ത് വരച്ചു. എന്നിട്ട് നമ്മൾ റിഫറൻസ് ആയിട്ട് എപ്പോഴും ഈ ഒരു സാധനം എടുക്കില്ല. അപ്പോൾ ഇതിനെടുത്ത് മണ്ടയ്ക്കും വരയ്ക്കുക, തൊട്ട് താഴെയും വരയ്ക്കുക. അത്രേ ഉള്ളൂ. ഇതായിട്ടുള്ളതിന് മണ്ടയ്ക്കും വരയ്ക്കുക, താഴെയും വരയ്ക്കുക. ഇനിയിപ്പം ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയിപ്പം ഈ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു ഈ ലൈനിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പോയിന്റ് എടുക്കുക. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ പോയിന്റ് എടുക്കുക. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ 90 ഡിഗ്രി എടുക്കുക. അത് എന്നാ സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതാണ് സംഭവം. അപ്പം നിങ്ങൾ പെർപെൻഡിക്കുലർ എടുക്കുക. എന്നിട്ട് ഈ വരച്ച ലൈനിലും കൂടെ
ജോയിൻ ചെയ്യിക്കുക. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ h എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, h എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പം ഇതെത്രയാണ് എനിക്ക് കിട്ടിയത്? ഇതൊരു 1.9 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 1.9 നിങ്ങളൊക്കെ എഴുതി വെച്ചേക്കല്ലേ 1.9 ആണ് എന്ന് പറഞ്ഞു. 1.9 സെന്റിമീറ്റർ ആണ്. ഹെച്ചിനെ നമ്മൾ മീറ്ററിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പം സെന്റിമീറ്ററിനെ മീറ്ററിലാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, അപ്പോൾ 1.9 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.019 മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പം നമ്മൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജ് ആയി. ടോർക്കിന്റെ ലിങ്ക് വെച്ചു, സംഭവങ്ങൾ കണ്ടുപിടിച്ചു. ഇനി കപ്പിളും ടോർക്കും കൂടെ എഴുതുക. ഓക്കെ, ഇനി അതിനു മുന്നേ ഇപ്പം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന കപ്പിളാണ്. കപ്പിളിന്റെ ഡയറക്ഷൻ. ഇനിയിപ്പോൾ ഡയറക്ഷൻ നോക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് തീർത്തേക്കാം. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ എന്തോന്ന് എഴുതി? കപ്പിളെന്ന് പറയുന്നത് കപ്പിൾ ഇസ് ഈക്വൽ ടു ഇതിന്റെ താഴെ എഴുതാനുള്ളതാണ്. ഞാൻ ഇവിടെ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ക്യാൻവാസ് ഇതിന്റെ താഴെയായിട്ട് എഴുതാനുള്ളതാണ്. ഇതിന്റെ താഴെയായിട്ട് എഴുതുക ഞാൻ. കപ്പിൾ ഇസ് ഈക്വൽ ടു F ഇൻറ്റു H ആണ്. ഓക്കെ, അപ്പം അതാണ് F ഇൻറ്റു H ആണ്. കപ്പിളിന്റെ യൂണിറ്റ് എത്രയാണ്? ന്യൂട്ടൺ മീറ്റർ ആണ് കപ്പിളിന്റെ യൂണിറ്റ്. ടോർക്കിൻ്റെതും സെയിം തന്നെ. കപ്പിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ടോർക്കും, പക്ഷെ ഡയറക്ഷൻ ആയിരിക്കും വ്യത്യാസം. ഇപ്പൊ കപ്പിളിന്റെ ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും എന്തോന്ന് ടോർക്കിന്റെ ഉത്തരവും. ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, എത്രയാണോ അത് തന്നെയായിരിക്കും ഇതും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കപ്പിൾ എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്ന സാധനം ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇപ്പൊ കപ്പിൾ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ ടോർക്ക് കിട്ടുന്നത് ക്ലോക്ക് വൈസിലായിരിക്കും. കപ്പിൾ ഏതാണ് ഡയറക്ഷൻ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ടോർക്ക്. ബാക്കി വാല്യൂ എല്ലാം സെയിം ആണ്. ഓക്കെ, ശരി. ഇനിയിപ്പം ഡയറക്ഷനിലേക്ക് വരാം. ഇതൊരു സ്ഥലം ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയും പോകാം, ഇങ്ങനെയും പോകാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം. ഇവിടെ വഴി ഇല്ല, അപ്പൊ എങ്ങനെ പോവും? ഈ വഴിയല്ലേ പോകത്തുള്ളൂ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് ഈ ലിങ്കിൽ നിന്ന് ഈ ലിങ്കിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയും പോകാം, ഇങ്ങനെയും പോകാം. പക്ഷെ ഇവിടെ വഴിയില്ല. കാരണം എന്താ? ഇത് ഫിക്സഡാ. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ ഏതാണ് വഴിയുള്ളത്? ഈ വഴിയേ ഉള്ളൂ. ഓക്കെ, അപ്പം F34 അത് F43നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. F43 F23നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം F23ലേക്ക് ട്രാൻസ്ഫർ ആവും. F23 32നെ തൊട്ടുകൊണ്ട് അപ്പൊ 32ലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെയാണ് ഇതിങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെയുള്ള സാധനം ഇതിനെ തൊട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങോട്ട് പോകും. ഇവിടെ നിന്നാണ് ഇതിനെ തൊട്ടുകൊണ്ടിരിക്കുക, ഇതിനെ തൊട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ ഫോഴ്സ് ഈക്വൽ ആണ്. ഇതിന്റെ ഫോഴ്സ് അപ്പൊ ഈക്വൽ ആണ്. ഇതിന്റെ ഫോഴ്സ് ഈക്വൽ ആണ്. പുരിഞ്ചതാ, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ 3-4ലാണ്. 3-4 4-3 വന്നു. 4-3 2-3ലേക്ക് വന്നു. 2-3 ഇതിൽ 3-2ലേക്ക് വന്നു. അപ്പൊ നമ്മൾ ടോർക്കിന്റെ ലിങ്കിലേക്ക് വന്നു. F32യുടെ വാല്യൂ അറിയത്തില്ലേ? F32യുടെ വാല്യൂ ആണ് എന്ത്? F34. ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1-4നെ കണ്ടുപിടിച്ചു, F34നെ കണ്ടുപിടിച്ചു. 1-4ന്റെ വാല്യൂ ആവശ്യമില്ല. കാരണം 1-4 എന്ന് പറയുമ്പോൾ താഴേക്ക് ഈ വഴി പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ വഴിയെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കേണ്ട വാല്യൂ ഏതാണ്? F34. അപ്പം എന്തോന്നാണ് അതിന്റെ അർത്ഥം? F34 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു F32. അപ്പം അതാണ് സംഭവം. ഇനിയിപ്പോൾ ഡയറക്ഷൻ ഇത് ഇത്ര മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഡയറക്ഷൻ F34യുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? F34യുടെ ഡയറക്ഷൻ മുകളിലോട്ട്. F34യുടെ ഡയറക്ഷൻ മുകളിലോട്ട്. അപ്പം ഇത് ഇവിടെ പോയി കഴിയുമ്പോൾ ഇത് അടുത്തത് ഇങ്ങോട്ട് പോകാനെങ്കിൽ അത് ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇപ്പം 2-3 എന്ന് പറയുമ്പോൾ അതേ ഡയറക്ഷൻ തന്നെ. ഇനി 3-2 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇതപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി. അതിനുശേഷം ഇത്
ഇങ്ങോട്ട് തള്ളും, ഇതിന് ഇങ്ങോട്ട് തള്ളും. അപ്പം 3-2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് തള്ളി. ഒരുപാട് തല ഉണ്ടാക്കണ്ട, ഇങ്ങനെ തന്നെ ഈ ഒരു ഐഡിയയിൽ തന്നെ കൊണ്ടുപോവുക. മിക്ക കേസിലും ഇവിടെ ഇതുപോലെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മിക്കപ്പോഴും ഈ ഒരു ചോദ്യമായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. അപ്പം ഇതിനെ ആ ഒരു സെറ്റപ്പിൽ തന്നെ പഠിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റും. ശരി, അപ്പോൾ ഇതിങ്ങനെ അപ്പം ഇത് ഇങ്ങോട്ടാണെങ്കിൽ, അതായത് ഒരു സാധനം ഇങ്ങനെ ഇരിക്കുക, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് തള്ളുമ്പോൾ ഇങ്ങനെയല്ലേ, തള്ളുമ്പോഴല്ലേ ഇതിങ്ങനെ കറങ്ങുന്നത് അല്ലേ? ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് തള്ളുവാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങിയാണ് ക്ലോക്ക് വൈസിൽ. ഇതിങ്ങനെ തള്ളുവാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്നാ? ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ട് തള്ളുമ്പം ഇവിടെ നിന്നും ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ വരുന്നത്. അപ്പം ഇത് ഏത് ഇതിലാണ് കറങ്ങുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് കറങ്ങുന്നത്. അപ്പം കപ്പിളിൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇപ്പം ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഇത് കപ്പിള് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് ക്ലോക്ക് വൈസ് ആയിരിക്കും, ഞാനിവിടെ പറഞ്ഞല്ലോ. ശരി, ഇനിയിപ്പോൾ കപ്പിളിൻ്റെ ഇക്വേഷൻ എന്നാ? F × H, F32 × H, F32 × H. H നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു 0.19 മീറ്റർ. F32യുടെ വാല്യൂ എന്നാ? F34 = F32. F34 തന്നെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 51 ന്യൂട്ടൺ. അപ്പം 51 ന്യൂട്ടൺ ഇൻറ്റു H എന്ന് പറയുന്നത് 0.019 മീറ്റർ. അപ്പോൾ കിട്ടുന്ന ഉത്തരം എത്ര വരും? 51 ഇൻറ്റു എത്ര വരും? 0.969 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും. എന്തോന്ന്? കപ്പിള്. ഡയറക്ഷൻ എന്നാ? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, കപ്പിളിന്റെ വാല്യൂ എത്ര? F × H. F എന്ന് പറയുന്നത് F32 × H ആണ്. F32 എന്ന് പറയുന്നത് F34 തുല്യമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. F34 = F32. അപ്പോഴത്തേക്കും നമ്മൾ F34ന്റെ വാല്യൂ എടുത്ത് ഇതിനിട്ട് കൊടുത്തു. 51 ന്യൂട്ടൺ ഇൻറ്റു 0.019 മീറ്റർ. മീറ്ററിലേക്ക് ആക്കിയാണ് ചെയ്തത്. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തോന്ന് കിട്ടും? ന്യൂട്ടൺ മീറ്റർ എന്ന് തന്നെ കിട്ടും. ഇതാണ് ഇതിന്റെ SI യൂണിറ്റ്, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനിയിപ്പം ടോർക്ക് എന്ന് പറയുന്നത് അതേ സെയിം സാധനം തന്നെ, 0.969 ന്യൂട്ടൺ മീറ്റർ. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചോദ്യം എന്താണ്? അപ്പോൾ നമ്മൾ കപ്പിൾ ആൻഡ് ടോർക്ക് കണ്ടുപിടിച്ചില്ലേ? ഇനിയിപ്പോൾ ചോദ്യം എന്താണ്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഓൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ്. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു, ഈ സെക്കൻഡ് സ്റ്റേജിലെ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ടോർക്ക് അത് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ കണ്ടുപിടിക്കും. മിക്കപ്പോഴും ഫൈൻഡ് ടോർക്ക് എന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കത്തുള്ളൂ, അതേ കണ്ടുപിടിക്കാനുള്ളൂ. 4th മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരു ലിങ്ക് തന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ടോർക്ക് അതും കണ്ടുപിടിച്ചു. കപ്പിൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ വാല്യൂ തന്നെയാണ് ടോർക്കും, പക്ഷേ ഡയറക്ഷൻ മാത്രം വ്യത്യാസം. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് ക്ലോക്ക് വൈസ്. സപ്പോസ് ഇത് ക്ലോക്ക് വൈസ് ആകുവാണെങ്കിൽ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയാണ്. ഓക്കെ, അപ്പോൾ 0.969 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കിട്ടി. അതിനെ എടുത്ത് എഴുതുക. ദ ടോർക്ക് ഈസ് 0.969 ന്യൂട്ടൺ മീറ്റർ വിച്ച് റൊട്ടേറ്റ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം.